മഹാലക്ഷ്മി സീരിയലിലെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വാമദേവനും ഉണ്ണിയും കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എത്തുന്നുണ്ട്. എന്നിട്ട് അവിടെയുള്ളവരോടെല്ലാം ഓരോ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യാണ്. വാമദേവനാണെങ്കിൽ സണ്ണി എന്ന് വിളിച്ച് പണിക്കാരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കൂടുതൽ ആത്മാർത്ഥതയൊന്നും വേണ്ട, സിമൻ്റ് ഒന്നും കറക്റ്റായിട്ടൊന്നും ചേർക്കുകയൊന്നും വേണ്ട, ഇടയ്ക്ക് കുറച്ച് മണ്ണും കൂടെ ചേർത്തോ. എടാ, അതുപോലെ തന്നെ നല്ല കമ്പിക്കൊപ്പം തുരുമ്പ് പിടിച്ച കമ്പിയും കൂടി ചേർത്താൽ ഒരു കുഴപ്പവുമില്ല എന്നൊക്കെ പറയാം കേട്ടോ. പണിക്കാർ പറയുന്നുണ്ട്, സാറേ അതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, അതിപ്പോൾ ഇതിപ്പോൾ എന്നൊന്നും പറയേണ്ട കാര്യമില്ല, പറയുന്നത് അങ്ങോട്ട് ചെയ്താൽ മതിയെന്ന് പറയാം കേട്ടോ. ആ സമയം അവിടേക്ക് ബാലചന്ദ്രൻ സാർ എത്തുന്നുണ്ട്. എന്നിട്ട് പറയുന്നതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞെത്തുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാത്തിൻ്റെയും മേൽനോട്ടം മഹാലക്ഷ്മി മാഡത്തിനാണെന്നും കൂടെ ഞാനും കാണുമെന്നും പറയാം കേട്ടോ. നാളെ രാവിലെ എല്ലാ പണിക്കാരും സൂപ്പർവൈസർമാരും ഇവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. രാവിലെ തന്നെ മഹാലക്ഷ്മി മാഡം വരും, എല്ലാതും നോക്കി കാണാനായിട്ടെന്ന് പറയാം കേട്ടോ. ഇനി കമലേശ്വരം കൺസ്ട്രക്ഷൻ്റെ ഒറ്റ ബിൽഡിങ്ങിന് പോലും ഒരു കംപ്ലൈൻറ്റും വരാൻ പാടില്ല എന്നും ഇത് കണ്ണൻ സാറിൻ്റെയും മഹാലക്ഷ്മി മാഡത്തിൻ്റെയും തീരുമാനമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട് അവിടെ. അപ്പോൾ വാമദേവൻ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് പേരെങ്കിലും നമുക്ക് അനുകൂലമായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സിമെൻറ്റും കമ്പിയൊക്കെ മുക്കുമ്പോൾ അതിന് പങ്ക് പറ്റുന്ന കുറച്ച് പേരെങ്കിലും ഇവിടെ ഉണ്ട്, അവന്മാരെ കൂട്ടുപിടിച്ച് നമുക്കൊരു പണി ഒപ്പിക്കണമെന്ന് വാമദേവൻ ഉണ്ണിയോടായിട്ട് പറയാണ്. നാളെ അവൾ ഇവിടെ വരുമെന്നല്ലേ പറഞ്ഞത് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട്. അങ്ങനെ ഷോ കാണിക്കാൻ വരുന്നവൾ വന്നതുപോലെ തിരിച്ചു പോകരുത്, എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ജീവനോടുകൂടി വന്നവൾ അങ്ങോട്ട് ജീവനില്ലാതെ വേണം മടങ്ങാനെന്ന് വാമദേവൻ പറയാണ്. ഇത് കേൾക്കുന്ന ഉണ്ണി പറയുന്നുണ്ട്, ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയില്ലേ അമ്മാവ. വാമൻ പറയുന്നുണ്ട്, ഇനി അബദ്ധം പറ്റാൻ പോകുന്നത് അവൾക്കായിരിക്കും, ഒരു തെളിവും അവശേഷിപ്പിക്കാതെ അവളെ നമ്മൾ ആ നരകത്തിലേക്ക് പറഞ്ഞയക്കുമെന്ന് പറഞ്ഞ് നീ വാടമോനെ ഉണ്ണിന്ന് പറഞ്ഞ് ഉണ്ണിയും കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ വാമദേവൻ്റെയും ഉണ്ണിയുടെയും വാക്കനുസരിക്കുന്ന കുറച്ച് പണിക്കാർ അവിടെയുണ്ട്. അങ്ങനെ അതിലൊരാളെ തിരഞ്ഞു പിടിച്ച് വാമദേവൻ പറയുന്നുണ്ട് അയാളോട്, ഞാൻ പറയുന്ന കാര്യം ഇരുചെവി അറിയാതെ താനത് ചെയ്തു തന്നാൽ തനിക്ക് വളരെയേറെ ഗുണം ചെയ്യും എന്നൊരു കാര്യമാണ്. നാളെ ഇവിടെ കണ്ണൻ്റെ ഭാര്യ ഇവിടെ ഇതെല്ലാം മേൽനോട്ടം നോക്കാൻ വരുന്നുണ്ട്, അവളെ ഒന്ന് അപായപ്പെടുത്തണം, അതാണ് ഞാൻ തന്നോട് ആവശ്യപ്പെടുന്നതെന്ന് പറയുന്നു. ഇത് എന്താ ചെയ്യേണ്ടതും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം വിശദമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് വാമദേവൻ അയാളോട് പറയുന്നുണ്ട്. അവൾ ഈ കെട്ടിടം ഓടി നടന്ന് കാണണം, മുകളിലത്തെ തട്ട് പൊളിയണം, പൊളിഞ്ഞ് അവൾ മുകളിൽ നിന്ന് താഴോട്ട് വീഴണമെന്ന് പറയുകയാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ നടക്കുകയാണെങ്കിൽ തന്നെ കാണേണ്ടതുപോലെ ഞാൻ കണ്ടോളാം എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവും അതുപോലെ സാഗറും കൂടെ അമ്പലത്തിൽ വരുന്നുണ്ട്. അങ്ങനെ ദേവിയോട് പ്രാർത്ഥിച്ച് പ്രസാദമെല്ലാം കിട്ടുന്നു. ആ പ്രസാദം സാഗറാണെങ്കിൽ മഞ്ജുവിൻ്റെ നെറ്റിയിലെല്ലാം തൊട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സാഗർ മഞ്ജുവിനോടായിട്ട് പറയുകയാണ്, ഞാൻ മഞ്ജുവിനെ പൊന്നു പോലെ നോക്കിക്കോളാം, മഞ്ജു ആഗ്രഹിച്ചൊരു നല്ല ജീവിതം എനിക്ക് തരാൻ കഴിയും, ഞാൻ വാക്കുമാറ്റി പറയില്ല. ഈ അമ്പലനടയിലെ ഭഗവതിയുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ മഞ്ജുവിന് വാക്ക് നൽകുന്നത്, ഞാൻ ഒരിക്കലും മഞ്ജുവിനെ ചതിക്കുകയില്ല എന്നെല്ലാം പറയുന്നു. മഞ്ജുവിന് ഈ വാക്കുകൾ കേട്ട് മഞ്ജുവിൻ്റെ കണ്ണുകൾ നിറയുകയാണ്. അങ്ങനെ വരാൻ പോകുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗായ എപ്പിസോഡുകളും കാത്തിരുന്ന് കാണാം.